ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു നൊസ്റ്റാൾജിക് ഐറ്റമാണ്. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മുടെ സ്വന്തം തേൻമിഠായിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. നമ്മളിത് മൈദപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു വലിയ കപ്പിന് 1.5 കപ്പ് മൈദപ്പൊടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റ് ആണ് കേട്ടോ. 1/2 ടീസ്പൂണിലും താഴെ ഈസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ വളരെ കുറച്ച് ഈസ്റ്റ് മാത്രം മതി കേട്ടോ. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ തേൻമിഠായിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. ഫുഡ് കളർ, റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ തേൻമിഠായി എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറാണല്ലോ, അപ്പോൾ ഈ റെഡ് കളർ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് സ്റ്റിക്കി ആയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചുകൂടി ലൂസായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഞാനിത് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് നമ്മൾ ചെയ്യരുത് കേട്ടോ. അതേപോലെ തന്നെ ചൂടുവെള്ളമൊന്നും വേണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം മാത്രം മതി. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഈസ്റ്റിന് പകരം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളിത് കുഴച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ കൗണ്ടർ ടോപ്പിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ലിക്വിഡായിട്ടുള്ള കളറാണ് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പച്ചപ്പൊടി ഈ കളർ പിടിക്കാതെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കളർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഡബിൾ സൈസായിട്ട് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത് ഡ്രൈ ആയിട്ട് പോകാതിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും നല്ലതുപോലെ നെയ്യൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത അതേ അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമുക്ക് ഒരു നൂൽ പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഒരുപാടങ്ങ് ആവരുത്. ചെറിയ രീതിയിൽ കയ്യിൽ എടുക്കുമ്പോഴേ ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിൽ വരെ നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ഷുഗർ സിറപ്പ് നേരത്തെ തയ്യാറാക്കി വെക്കണം. തേൻമിഠായി ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ദാണ്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചതായി ഈ ഒരു രീതിയിൽ ഒരു നൂൽ പരുവത്തിലാവുന്ന വരെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളർ ഞാൻ ഈ ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേൻമിഠായിക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ വന്നിട്ട് പൊങ്ങി വന്നിട്ട് നല്ലപോലെ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറേശ്ശെ പൊടി നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ രീതിയിൽ കുറേശ്ശെ പൊടി ഇട്ടുകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല കളറിൽ വന്നിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ മാവ് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത്രയും കൂടി നമുക്കിത് പരത്തിയെടുക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കുറേശ്ശെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമുക്കൊന്ന് ഇനി ഒന്ന് പരത്തിയെടുക്കണം. ഇത് ചപ്പാത്തിക്കോല് വെച്ച് പരത്തുന്നതിന് പകരം നമ്മുടെ കൈ കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഒരുപാടങ്ങ് കനം കുറയ്ക്കരുത്. ചെറിയ ഒരു തിക്നെസ്സോട് കൂടി വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ദാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലൊന്ന് ലെവൽ ചെയ്ത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന നോസിലുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്.
ഇനി ഇതിന് പകരമായിട്ട് ചെറിയ അടപ്പ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ അടപ്പൊക്കെ വെച്ചിട്ട് ഇതേപോലെ നമുക്കത് കട്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി വലുതാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇത് ഞാൻ ഒരു ചെറിയ നോസിലാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അമർത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മേളോട്ട് നമ്മൾ ഇതുപോലെ എടുക്കാമെങ്കിൽ ഇത് വെളിയിലേക്ക് തെറിച്ച് വീഴും. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇതുപോലെ പെറുക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ചിലതൊക്കെ അതിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കിതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ മാവ് ഇതുപോലെ പൊക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗം നമുക്ക് പെറുക്കി മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേ രീതിയിൽ കളക്ട് ചെയ്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മാവ് നമുക്ക് ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് പരത്തിയിട്ട് പഴയതുപോലെ തന്നെ വീണ്ടും ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞങ്ങൾ കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് ഈ ചെയ്തെടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ഒരുപാട് ചൂടാകാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ മാത്രമേ എണ്ണ ചൂടാകാവൂ. എണ്ണ ചൂടായ ശേഷം ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമ്മൾ ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോഴേ നല്ലതുപോലെ ഇത് പൊങ്ങി നന്നായിട്ട് തന്നെ വരും. ഇത് കുക്ക് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്. ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ച് നമ്മൾ ചെയ്യുമ്പോഴേ ഇതിൻ്റെ പുറം ഭാഗം നല്ലതുപോലെ മൂത്ത് വരികയും ഉൾവശം വേവാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതുപോലെ ഒരുപാട് നേരം നമ്മളിതിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ മുകൾവശം ഒരുപാട് ഹാർഡായി പോകും. അപ്പം നമ്മൾ ഒരെണ്ണം എടുത്ത് നോക്കണം ഉള്ളു വെന്തിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മളിത് കോരിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് കോരിയെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ചൂടാക്കണം. ചൂടായ ഷുഗർ സിറപ്പിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാവൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഇതിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിക്കുകയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ അബ്സോർവ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് കോരിയെടുക്കുന്നുണ്ട്. കോരിയെടുത്ത് ഉടനെ തന്നെ നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കണം കേട്ടോ. ചൂടായ ഷുഗർ സിറപ്പിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കാവൂ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഷുഗർ സിറപ്പൊക്കെ പിടിച്ചിട്ട് ഉള്ളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻമിഠായിയാണ് കേട്ടോ. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിൽ നിന്നും കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന തേൻമിഠായി അല്ലെങ്കിൽ തേൻനിലവ് എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥലങ്ങളിലും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുമ്പോഴേ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പൗഡർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ്സാണിത് കേട്ടോ. നല്ലൊരു മിഠായിയാണിത്. അപ്പം ഈ കടയിൽ നിന്നും വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.